ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയിലെ പുരാവസ്തു ഗവേഷകർ വടക്കൻ നെഗേവ് മരുഭൂമിയിൽ ബൈസന്റൈൻ കാലഘട്ടത്തിലെ കപ്പലുകൾ പ്രദർശിപ്പിക്കുന്ന ചുമർ ചിത്രങ്ങളോടുകൂടിയ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടെത്തി. കഴിഞ്ഞ ദിനം അതോറിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് പുതിയ കണ്ടെത്തലുകൾ പ്രഖ്യാപിച്ചത്. നഗര വിപുലീകരണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റി വർഷങ്ങളായി ഖനനം നടത്തിയിരുന്ന ബെഡൂയിൻ നഗരമായ റാഹത്തിന്റെ തെക്ക് ഭാഗത്തായിരുന്നു കണ്ടെത്തൽ. ബൈസന്റൈൻ കാലഘട്ടത്തിന്റെ അവസാനത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലും വടക്കൻ നെഗേവ് മരുഭൂമിയിലെ ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന കണ്ടെത്തലുകളാണ് ഇതെന്ന് പുരാവസ്തു ഗവേഷകർ വെളിപ്പെടുത്തി. കൗതുകമുണർത്തുന്ന ഈ ചിത്രങ്ങൾ ഗാസ തുറമുഖത്തേക്ക് കപ്പലിലെത്തിയ ക്രിസ്ത്യൻ തീർത്ഥാടകർ ഉപേക്ഷിച്ചതാകാം. അവരുടെ ആദ്യത്തെ തുറമുഖം ഒരുപക്ഷെ ഈ റാഹത്ത് പള്ളി ആയിരിക്കാം. ഇവിടെ നിന്ന് രാജ്യത്തുടനീളമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തിരിക്കാമെന്നും ഗവേഷകർ പറയുന്നു. ഈ ഗവേഷണ സ്ഥലത്തേക്ക് വാസ്തവത്തിൽ പുരാതന തുറമുഖമായ ഗാസയിൽ നിന്ന് അര ദിവസത്തെ കാൽനടയാത്ര മാത്രമേ ഉള്ളൂ. തീരത്ത് നിന്ന് നെഗവിലെ പ്രധാന നഗരമായ ബീർഷെവിലേക്ക് നയിക്കുന്ന പുരാതന റോമൻ പാതയിലായിരുന്നു കണ്ടെടുക്കപ്പെട്ട ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിലെയും ബത്ലഹേമിലെയും ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങളിലും നെഗേവ് കുന്നുകളിലും സീനായിലുമുള്ള ആശ്രമങ്ങളിലും എത്തിച്ചേരാൻ ക്രിസ്ത്യൻ തീർത്ഥാടകർ ഈ പാതയിലൂടെ സഞ്ചരിച്ചതായി കരുതുന്നുവെന്ന് ഗവേഷണത്തിന്റെ ഡയറക്ടർമാരായ ഡോക്ടർ ഒറൈൻ ഷ്മുവേലി, ഡോക്ടർ എലീന കോഗൻ സഹാവി, ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റിക്ക് വേണ്ടി ഡോക്ടർ നോട്ട് ഡേവിഡ് മൈക്കിൾ, ഹൈഫ യൂണിവേഴ്സിറ്റി ഓഫ് മരീടൈം സിവിലൈസേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ഡെബോറ സിവിഗൽ എന്നിവർ വെളിപ്പെടുത്തി.